റമദാൻ മാസവും പെരുന്നാളും ശരിക്കും കേരളത്തിന്റെ എക്കണോമിയിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് വിദേശത്ത് നിന്ന് എക്സ്ട്രാ ആയി എത്തിക്കുന്നത്. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞു തരാം. RBIയുടെ കണക്ക് പ്രകാരം ഓരോ മാസവും കേരളത്തിലേക്ക് പ്രവാസികൾ അയക്കുന്ന പൈസ ആവറേജ് 16,665 കോടി രൂപയാണ്. എന്നാൽ റമദാൻ മാസത്തിൽ ഈ നാട്ടിലേക്ക് അയക്കുന്ന എമൗണ്ട് സാധാരണയിൽ നിന്ന് 50% കൂടുതലാകുമെന്നാണ് ഡേറ്റ പറയുന്നത്. ശരിയല്ലേ? വീട്ടിലെ ചിലവുകൾക്കും പെരുന്നാൾ ഷോപ്പിങ്ങിനും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന പുണ്യകർമ്മത്തിനും വേണ്ടി പ്രവാസികൾ എക്സ്ട്രാ പൈസ നാട്ടിലേക്ക് അയക്കും. 40% മലയാളി പ്രവാസികളും മുസ്ലിംസ് ആണ് എന്നത് ഈ ഡേറ്റയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നു. ഈ വരുന്ന പൈസ ആരും ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ വെക്കില്ല, ചിലവാക്കുക തന്നെ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു മാസത്തിൽ കുറെ പൈസ എക്കണോമിയിലേക്ക് ഇറങ്ങും, കടകളിലേക്ക് പോകും, ആളുകളുടെ കൈകളിലൂടെ മാറി മറിയും. ശരിക്കും ആലോചിച്ചാല് ഗവൺമെന്റ് ഇറക്കുന്ന ഒരു സ്റ്റിമുലസ് പാക്കേജ് പോലെ തന്നെ ഇത് നമ്മുടെ എക്കണോമിക്ക് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് നൽകുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ആഘോഷങ്ങൾ ഒന്നും തന്നെ ചില സമുദായങ്ങളുടെ മാത്രമല്ല, നമ്മുടെ നാടിന്റെ എക്കണോമിയുടെ കൂടെയാണ്. ആ ഒരു വലിയ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.